ഹലോ ഗായ്സ്, നമ്മളിന്ന് ഒരു അയിലമീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി എടുത്ത് വെച്ച് ചൂടാക്കാൻ വെക്കാറ്. അപ്പോൾ ചൂടായ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ചൂടാക്കാറ്. അതിൻ്റെ കൂടെ കുറച്ച് ഉലുവ ചേർത്ത് പൊട്ടിക്കാം. നമുക്ക് ഉലുവ പൊട്ടി വരുന്നുണ്ട്. ഉലുവ പൊട്ടി വന്ന ശേഷം നമ്മൾ ഒരു 6-7 അല്ലി ചെറുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് ചേർക്കാം. പിന്നെ അതിൻ്റെ കൂടെ അല്ലാതെ ഒരു വലിയ സവോളയും കൂടെ അരിഞ്ഞ് വെച്ചത് ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കണം. കുറച്ച് നേരം വഴറ്റിയ ശേഷം അതിൻ്റെ കൂടെ അരിഞ്ഞ് വെച്ച് ചെറിയ ഇഞ്ചി നീളത്തി അരിഞ്ഞത്, പിന്നെ 4-5 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 3 പച്ചമുളക് നീളത്തി അരിഞ്ഞത് ഒരു ചേർത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമ്മൾ വഴറ്റിയെടുക്കാം. അത് വഴന്ന ശേഷം നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി കുറച്ച് തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് വെള്ളം ഒഴിച്ച് അരച്ച് വെക്കണം. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ച ഒരു തക്കാളിയും കൂടി ചേർത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. വഴണ്ട് വന്ന തക്കാളിയുടെ കൂടെ നമ്മൾ അരച്ച് വെച്ചിട്ട് തേങ്ങ അരപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഇപ്പോൾ മിക്സി ജാറുള്ള പൊട്ടിപ്പിടിച്ചിരുന്ന അരപ്പ് ഇച്ചിരി വെള്ളം കൂടി ചേർത്തിട്ട് ആ വെള്ളം കൂടി ചേർത്ത് നമ്മൾക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. പിന്നെ അടുത്തതായിട്ട് കുടംപുള്ളിയുടെ വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് അരപ്പ് റെഡിയായെടുക്കാം. ഇപ്പോൾ ഒരു മാങ്ങ കഷ്ണം കൂടി ചേർക്കുന്നുണ്ട്. ഒരു അരിഞ്ഞു വെച്ച മാങ്ങ കഷ്ണം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കാവേ. ഉപ്പും കൂടി ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നല്ലോണം യോജിപ്പിച്ചെടുക്കാം നമുക്ക്. പിന്നെ അതിൻ്റെ കൂടെ അരിഞ്ഞു വെച്ച മല്ലിയിലയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് സിമ്മിൽ വെച്ചിട്ട് അടച്ച് വെച്ച് തള വരുന്നവണ്ണം വേവിക്കാം. തള തുറന്ന് നോക്കുമ്പോൾ തള വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾക്ക് കഴുകി വൃത്തിയാക്കി വെച്ച നമ്മുടെ അയിലമീനില്ലേ അതും കൂടി ചേർത്തിട്ട് ഓരോ പീസായിട്ട് എടുത്ത് ചേർത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച ശേഷം അടിച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചിട്ട് 10 മിനിറ്റിൽ കൂടാൻ പാടില്ല, അല്ലെങ്കിൽ മീൻ കുഴഞ്ഞു പോകും. സിമ്മിൽ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് കറിയിൽ മുക്കിയിട്ട് നല്ല ഇളക്കിയ ശേഷം ഇത് വെച്ചിട്ട് നമുക്കൊരു അടച്ച് വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മുടെ കറി റെഡിയാവും. ഇപ്പം നമ്മൾ ഇളക്കി മുക്കി വെച്ചു. ഇപ്പം നമുക്ക് ഒരു 10 മിനിറ്റ് അടച്ച് വേവിക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അടച്ച് നമുക്ക് സ്റ്റൗ ആക്കി ഇപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. നിങ്ങളും ട്രൈ ചെയ്തിട്ട് റെസിപ്പി എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്. See you next time.